നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലേറ്റ് എഡിഷനിലേക്ക് ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കരസേന മുൻ മേധാവി എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശത്തിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. കാരവൻ മാഗസിനിലെ ലേഖനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സഭയിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചു. സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും ചെയറിന് നേരെ പേപ്പർ കീറിയെറിഞ്ഞും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും ഉൾപ്പെടെ 8 അംഗങ്ങളെ സമ്മേളന കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യ ചൈന സംഘർഷം സംബന്ധിച്ച ജനറൽ എം നർവാനിയുടെ പുസ്തകം സംബന്ധിച്ചുള്ള കാരവൻ മാസികയിലെ ലേഖനത്തിന്റെ പകർപ്പ് സ്പീക്കറുടെ അനുമതിക്കായി സമർപ്പിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കാൻ ആരംഭിച്ചത്. എന്നാൽ സ്പീക്കർ കഴിഞ്ഞ ദിവസം റൂളിംഗ് നൽകിയ വിഷയം വീണ്ടും ഉന്നയിക്കരുതെന്ന തടസ്സവാദവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. Please continue with your speech. We are waiting, but please avoid referring to a matter which has been settled. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് രാഹുലിന് അനുവാദം നൽകിയിട്ടുള്ളതെന്ന ചെയറിന്റെ പരാമർശം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തനിക്ക് സംസാരിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന മറുപടി നൽകിയ രാഹുൽ ഇന്ത്യ ചൈന വിഷയം വീണ്ടും ഉന്നയിച്ചതോടെ ചെയർ ഇടപെട്ട് തടഞ്ഞ് അടുത്ത അംഗത്തെ സംസാരിക്കാൻ വിളിച്ചതോടെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തി. प्रश्नकाल तो माननीय सदस्यों का समय होता है, उसमें माननीय सदस्य प्रश्न उठाते हैं. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. അംഗങ്ങൾ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി. കിരൺ റിജിജുവിന്റെ പ്രമേയം അംഗീകരിച്ച് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങി 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. നടപടി നേരിട്ട അംഗങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചതിനാണ് സസ്പെൻഷനെന്നും നയതന്ത്രപരമായ വിഷയങ്ങൾ മറച്ചുവെക്കുകയാണ് കേന്ദ്രമെന്നും എംപിമാർ ആരോപിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് കാതോർത്തിരിക്കുകയാണ്. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത്? അത് പറയാൻ വേണ്ടി സമ്മതിക്കാത്തത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് ഗുരുതരമായ ചില നയതന്ത്ര വിഷയങ്ങൾ മറച്ചു വെക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി ഈ വിഷയം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നാളെ രാവിലെ സഭാ കവാടത്തിൽ പ്രതിഷേധിക്കും. 24 ഡൽഹി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്രം. ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാപാര കരാറിൽ ഇന്ത്യയും അമേരിക്കയും സംയുക്ത പ്രസ്താവന ഇറക്കും. രാഹുൽ ഗാന്ധിയുടേത് ഇരട്ടത്താപ്പെന്ന് വിമർശനം. പ്രധാനമന്ത്രിക്ക് മേൽ സമ്മർദ്ദമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടില്ല എന്ന് റഷ്യ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് പിന്നാലെയായിരുന്നു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ വിശദീകരണം. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്കുള്ളത്. ഇന്ത്യയിലെ എല്ലാ മേഖലയ്ക്കും കരാറിന്റെ ഗുണം ലഭിക്കും. ടെക്സ്റ്റൈൽ, തുകൽ, ജുവലറി, സമുദ്ര മേഖലകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി. भारत के भविष्य को 4 चांद लगाने वाला ट्रेड डील माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में कल रात फाइनलाइज किया गया है. കരാറിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കുന്നത് അന്തിമഘട്ടത്തിലാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചു. कुछ दिन पहले तक विपक्ष के नेता भी हमें पूछ रहे थे कि कब होगा यूएस डील, और मैं हैरान हूं ये डबल स्टैंडर्ड्स जो राहुल गांधी जी बार बार दिखाते हैं. എപ്സ്റ്റീൻ ഫയലും അദാനിക്കെതിരായ കേസും ഉപയോഗിച്ചാണ് കരാറിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതെന്ന് രാഹുൽ ഗാന്ധി. एक अदानी जी पर केस है जी, यूनाइटेड स्टेट्स, वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है, इसीलिए इस दबाव में आकर റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതായി ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക ആശയവിനിമയം ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ശ്രമമെന്നും റഷ്യ വ്യക്തമാക്കി. 24 ഡൽഹി.
ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. പശ്ചിമ ബംഗാളിലെ SIR നടപടികളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നാളെ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഹാജരാകുന്നത്. SIR നടപടികൾക്കെതിരെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഹർജി നൽകിയിരുന്നു. ആർ അച്യുതനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ SIR നടപടികളുമായി ബന്ധപ്പെട്ട് നാളെ നേരിട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാവുകയാണ്. എപ്പോഴാകും ഈ കേസ് പരിഗണിക്കുക എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? പ്രവിധ, ഈ ബംഗാളിലെ SIRൽ വ്യാപക ക്രമക്കേടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് TMCയും അതുപോലെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നാളെ ഈ കേസ് പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഒരു അപൂർവമായിട്ടുള്ള ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള അനുമതികൾ അത് തേടുകയും ചെയ്തിരിക്കുകയാണ്. നാളെ ആയിരിക്കും ഈ കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷ ബെഞ്ചിന് മുൻപാകെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഹാജരാവുക. ഇന്ന് മമതാ ബാനർജി ഡൽഹിയിൽ എത്തിയിരുന്നു. ഇപ്പോൾ ബംഗാൾ ഭവനിലാണ് മമതാ ബാനർജി ഉള്ളത്. നാളെ ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ അതായത് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ SIRലെ വ്യാപക ക്രമക്കേടുകൾ നടന്നത് എന്ന് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ വിശദീകരിക്കാനായി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഒരുപക്ഷെ വഴിവെച്ചേക്കാം. എന്തായാലും നിലവിലിപ്പോൾ നാളെ ഹാജരാകാനുള്ള അനുമതി തേടിയിരിക്കുന്നു, അനുമതി ലഭിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മമതാ ബാനർജി നാളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹാജരാകും. പ്രവിധ, അതെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നത്. പശ്ചിമ ബംഗാളിലെ SIR നടപടികളിൽ പ്രതിഷേധിച്ചാണ് മമതാ ബാനർജി നാളെ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകാനിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് മമതാ ബാനർജി ഹാജരാവുക. SIR നടപടിക്രമങ്ങൾക്കെതിരെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഹർജി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നാളെ നേരിട്ട് ഹാജരാകുക എന്നാണ് ആർ അച്യുതൻ നൽകുന്ന വിവരം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. അസാധാരണ നടപടിയുമായി സുപ്രീം കോടതി കൊളീജിയം. അലഹബാദ് ഹൈക്കോടതിയിൽ വിരമിച്ചവരെ അഡ്ഹോക് ജഡ്ജിമാരായി നിയമിച്ചു. ആർ അച്യുതൻ ഒരിക്കൽ കൂടി ചേരുന്നു. അച്യുതൻ, എന്താണ് സംഭവിച്ചത്? പ്രവിധ, ഇത് സാധാരണ ഗതിയിൽ നടക്കുന്ന ഒരു നടപടിക്രമമല്ല. മറിച്ച് ഈ ജഡ്ജിമാരുടെ, പ്രത്യേകിച്ച് ഹൈക്കോടതികളിൽ ജഡ്ജിമാരുടെ നിയമനത്തിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം നേരിടുമ്പോൾ ഒപ്പം തന്നെ ഒരുപാട് ഒഴിവുകൾ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള നടപടികൾ കൊളീജിയം സ്വീകരിക്കാറ്. അതിനായി സ്വീകരിക്കുന്നത് ഈ ഭരണഘടനയിലെ 224A എന്ന അനുച്ഛേദം ഉപയോഗിച്ചാണ് ഇത്തരം നടപടികൾ. അതായത് വിരമിച്ച ജഡ്ജിമാരെ തൽക്കാലത്തേക്ക് ഹൈക്കോടതികളിൽ വീണ്ടും നിയമിക്കുന്ന ഒരു നടപടിയിലേക്ക് കൊളീജിയം കടക്കാറുള്ളത്. ആ രീതിയിലാണ് മാർഗനിർദ്ദേശവും സുപ്രീം കോടതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചിട്ടുള്ളത്. എന്തായാലും വിരമിച്ച 5 ജഡ്ജിമാരെയാണ് ഇപ്പോൾ കോടതിയിൽ അഡ്വോക്ക് ജഡ്ജിമാരായി നിയമിക്കാനായി കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത്. ജഡ്ജിമാരുടെ കൂടുതൽ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വ്യവസ്ഥ ഇപ്പോൾ കൊളീജിയം പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം ജസ്റ്റിസുമാരായ മുഹമ്മദ് ഫൈസ് ആലം ഖാൻ, മുഹമ്മദ് അസ്ലം, സയ്യിദ് അഫ്താബ് ഹുസൈൻ റിസ്വി, രേണു അഗർവാൾ, ജ്യോതിരാജ് ശർമ്മ എന്നിവരെയാണ് 2 വർഷത്തേക്ക് ഇപ്പോൾ അഡ്ഹോക് ജഡ്ജിമാരായി കൊളീജിയം നിയമിക്കാനായി ശുപാർശ ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച ചേർന്ന കൊളീജിയം യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ വൻതോതിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന, അതുപോലെ തന്നെ ജഡ്ജിമാരുടെ ഒഴിവുകൾ ഇങ്ങനെ കൂടുതൽ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലാണ് ഈ അപൂർവ നടപടിയിലേക്ക് കൊളീജിയം കടക്കാറുള്ളത്. പ്രവിധ, ശരി, അങ്ങനെ അസാധാരണ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്, സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അലഹബാദ് ഹൈക്കോടതിയിൽ വിരമിച്ചവരെ അഡ്ഹോക് ജഡ്ജിമാരായി നിയമിക്കുകയാണ്. ജഡ്ജിമാരുടെ ഒഴിവ് നികത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി കടന്നിരിക്കുന്നത് എന്നാണ് ആർ അച്യുതൻ നൽകുന്ന വിവരം. സംസ്ഥാനത്ത് കാട്ടാനയാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജുവാണ് മരിച്ചത്. PC മയിലാടുംപാറ വനമേഖലയിൽ ആട് മേയ്ക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, കാട്ടാനയാക്രമണത്തിൽ ഒരാളുടെ കൂടി ജീവൻ പൊലിഞ്ഞു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ആട് മേയ്ക്കാൻ പോയിരുന്നത്? പ്രവിധ, ഏറെ സങ്കടകരമായ വാർത്തയാണ് പീച്ചിയിൽ നിന്ന് പുറത്തു വരുന്നത്. പീച്ചി മയിലാടുംപാറ സ്വദേശിയായിട്ടുള്ള ഷിജുവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 വീടിനോട് ചേർന്ന മേഖലയിലായിരുന്നു ഇയാൾ ഈ ആടിനെ തീറ്റിയിരുന്നത്. പ്രത്യേകിച്ച് ഈ പീച്ചി ഡാമിനോടൊക്കെ ചേർന്ന് അതിൻ്റെ ഒരു വൃഷ്ടിപ്രദേശമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ സാധാരണഗതിയിൽ ഇവരിവിടെ എത്തി ഈ ആടിനെ തീറ്റുന്നതൊക്കെ പതിവായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരും സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ അവിടെ വെച്ച് ഈ കാട്ടാനെ കാണുകയും ഷിജു അവിടെ നിന്ന് ഭയന്നോടാൻ ശ്രമിക്കുന്നതിനിടയിൽ കാട്ടാന ഈ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം
ഷിജുവിനെ ചവിട്ടി എന്നുള്ളതാണ് നിലവിൽ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ ശരീരത്തിലടക്കം ചവിട്ടേറ്റതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. മൃതദേഹം അല്പം മുമ്പ് ഈ മേഖലയിൽ നിന്ന്, അതായത് ഇത് ഡാമിനോട് ചേർന്നൊരു പ്രദേശമാണ്, അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുക അല്പം പ്രയാസപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പ്രയാസമാണ്. അവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ പുറത്തെത്തിച്ച് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിരന്തരമായി ഈ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നുണ്ട്. ഈ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വലിയ സമരങ്ങളൊക്കെ നടത്തിയാണ് ഈ മേഖലയിൽ ചെറിയ തോതിലെങ്കിലും ഒക്കെ ഫെൻസിംഗ് സ്ഥാപിച്ചത്. പക്ഷെ പിന്നീട് അതൊരു പൂർണ്ണ തോതിലേക്ക് എത്തിയില്ല. ഇതോടുകൂടിയാണ് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീടിനോട്, ഷിജുവിന്റെ വീടിനോട് ചേർന്നൊരു പ്രദേശമാണ്. അത് ഒരിക്കലും ആന എത്തേണ്ട പ്രദേശമല്ല. പക്ഷെ അതിൽ കൃത്യമായ ഒരു വീഴ്ചയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധമുണ്ട് ഈ കാട്ടാന ആക്രമണത്തിൽ. ആ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഷിജുവിന്റെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ചേർന്ന് പുറത്തെത്തിച്ച് ഇപ്പോൾ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു ജീവൻ നഷ്ടമായി എന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് പ്രവിധ. നിരന്തരം ഇവിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണെന്ന് സൂരജ് പറയുന്നുണ്ടല്ലോ. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ കാട്ടാന ആക്രമണത്തിനെതിരെ അവിടെ സ്വീകരിച്ചിരുന്നു? ഇപ്പോൾ ഷിജു ഉൾവനത്തിലേക്ക് പോയപ്പോഴാണോ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പ്രവിധ, ഈ നാട്ടുകാരെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതൊരു ഉൾവനമല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ വനമേഖലയോട് ചേർന്നൊരു പ്രദേശമാണ് അത്. അവിടെ അതായത് ഈ ഡാമിനോട് ചേർന്നുള്ള ഒരു വൃഷ്ടിപ്രദേശം പോലുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഈ മരങ്ങളടക്കമുണ്ട്. വനമേഖലയോട് ചേർന്നൊരു പ്രദേശമാണ്. പക്ഷെ അവിടെ എത്തി ഈ കന്നുകാലികളെ മേയ്ക്കുന്നതൊക്കെ പതിവാണ്. അതായത് ആളുകളൊക്കെ നേരത്തെയും എത്തിയിരുന്ന ഒരിടമാണ്. പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി വനാതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഫെൻസിങ് സ്ഥാപിക്കണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരാവശ്യമൊക്കെ ഉയർന്നിരുന്നതാണ്. പക്ഷെ അതൊരു പരിധി വരെ ഉണ്ടായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതൊരു പൂർണ്ണ തോതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ മുൻ വാർഡ് മെമ്പറൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം 5:30 ഷിജു ഈ ആടിനെ മേയ്ക്കുന്നതിന് വേണ്ടി ഈ വൃഷ്ടിപ്രദേശത്തേക്ക്, വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശത്തേക്ക് എത്തുകയും അവിടെ വെച്ച് ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിലാണ് ഇയാൾ ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്നുള്ള വാർത്തയാണ് സൂരജ് സജി ഇപ്പോൾ പങ്കുവച്ചത്. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജുവാണ് മരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗം തള്ളിക്കയറിയതോടെ അസാധാരണ സംഭവങ്ങൾക്ക് നിയമസഭ വേദിയായി. വാർഡ്സ് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ പ്രതിപക്ഷം കാട്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. 2015 ബജറ്റ് ദിവസം നടന്ന കോലാഹലങ്ങളോളം എത്തിയില്ലെങ്കിലും അസാധാരണമായ രംഗങ്ങൾക്കാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചതോടെയാണ് സഭ ശബ്ദായമാനമായ രംഗങ്ങൾക്ക് വഴിമാറിയത്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിഷേധം കനത്തോടെ സഭ ബഹളത്തിലമർന്നു. വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും കോടതികളിൽ നിന്നേറ്റ തിരിച്ചടിക്ക് സഭയിലാണോ മറുപടിയെന്നുമായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. പ്രതിപക്ഷത്തിന് മറുപടിയുമായി ഭരണപക്ഷങ്ങളും മുൻനിരയിലേക്ക് എത്തി. ഇതോടെ ഭരണപ്രതിപക്ഷങ്ങൾ നേർക്കുനേർ വന്നു. ബഹളം മൂർച്ഛിക്കുന്നതിനിടെ ആലുവ MLA അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണെന്ന് സ്ഥാപിക്കാൻ ഭരണപക്ഷം ശ്രമിച്ചു. ഹൈക്കോടതി പ്രതിപക്ഷ മേധാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. ഇതിനിടയിൽ പ്രതിപക്ഷ ബാനർ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചെടുത്തു. ബാനറിന് വേണ്ടി പിരിവിൽ നടക്കുന്നതിനിടെ മാത്യു കുഞ്ഞാടൻ MLA മുൻവശത്തെ കൈവരി വഴി സ്പീക്കറുടെ ഡയസിൽ കയറി. ഇതോടെ വീണ്ടും സഭ നിർത്തിവെച്ചു. സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്പീക്കർ അതൃപ്തി പ്രകടിപ്പിച്ചു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അസാധാരണമായി ഒന്നും നടന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ശബരിമല വിഷയത്തിൽ പ്രതിഷേധം തുടരുമെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. കോടതിയിൽ തിരിച്ചടി നേരിട്ടതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭ അലങ്കോലമാക്കിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെയാണ് രണ്ടാം ദിവസത്തെ ബജറ്റ് ചർച്ചയും നടന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയതാണ് നിയമസഭയിൽ കടുത്ത പ്രതിഷേധത്തിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. ഞെട്ടിച്ച കൊള്ളയിൽ ശക്തമായ സമീപനം സ്വീകരിക്കണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദവും പ്രതിപക്ഷത്തെ അസാധാരണ നടപടികളിലേക്ക് നയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധിക്കുന്നത് തടയാനാണ് ഭരണപക്ഷം ശക്തമായ പ്രതിരോധം തീർത്തത്. ഗൗരവമുള്ള രാഷ്ട്രീയ ഭരണ പ്രശ്നങ്ങൾ ശൂന്യവേളയിൽ ഉന്നയിക്കുന്നതാണ് നിയമസഭയിലെ രീതി. ഇത് മാറ്റിവെച്ച് ചോദ്യോത്തരവേള തന്നെ പ്രതിഷേധത്തിന് വേദിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത മൂലം 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടും സഭയിൽ പ്രതിഷേധം ഉയരുന്നില്ല എന്ന UDF പാർലമെന്റ് പാർട്ടിയിലെ വിമർശനമാണ് ശക്തമായ ഇടപെടലിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. തട്ടിപ്പിന്റെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തണുപ്പൻ സമീപനം സ്വീകരിക്കുന്ന വിമർശനം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് കൂടി മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ മുഖ്യ പങ്കുവഹിച്ച വിഷയത്തിൽ ഇനിയും പ്രതിരോധത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്ന തിരിച്ചറിവിലാണ് ഭരണപക്ഷം ശബരിമല വിഷയത്തെ സമീപിക്കുന്നത്. ഈ സമ്മേളന കാലയളവ് മുതൽ ആക്രമണ ശൈലി സ്വീകരിച്ച ഭരണപക്ഷം സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിനെ പഴിചാരേണ്ടെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. ഈ സ്പെക്കുലേഷൻ, ഊഹാഭോഗങ്ങൾ ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഇത് മാത്രമല്ലേ ഈ ഊഹാഭോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന സഭാ സമ്മേളനം സ്വാഭാവികമായും രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വേദിയാകും. എന്നാൽ പരിധിവിട്ട ഇടപെടലുകൾ നിയമസഭയുടെ അന്തസ്സിനെ തന്നെ ബാധിച്ചേക്കാം. 24 തിരുവനന്തപുരം. അതിവേഗ റെയിൽ പാതയുമായി കേരളം മുന്നോട്ട്. കേന്ദ്രം അലംഭാവം തുടരുന്ന സാഹചര്യത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ട് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിറങ്ങി. അതിവേഗപാത യാഥാർത്ഥ്യമാക്കാൻ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സംസ്ഥാന സർക്കാർ. 1,92,780 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ആദ്യഘട്ടം. തലസ്ഥാന നഗരി മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ പാത 12 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. RRTSന്റെ പ്രിൻസിപ്പൽ ഉത്തരവാണ് ഇറങ്ങിയതെന്ന് മന്ത്രി KN ബാലഗോപാൽ സ്ഥിരീകരിച്ചു. ഇതൊരു പരീക്ഷണമാണ്, മറ്റു തരത്തിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ പാതയുടെ ഇടനാഴിയില്ലെങ്കിലും മെട്രോമാൻ E ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ശ്രീധരന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സഹായമില്ലാതെ RRTSുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതേസമയം E ശ്രീധരൻ വിഭാവനം ചെയ്ത അതിവേഗ റെയിൽ പദ്ധതിയുടെ ചെലവ് ഇതേക്കാൾ കുറവാണ്. വേഗതയും കൂടും. 5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയും. 24 തിരുവനന്തപുരം. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന എറണാകുളം ജില്ലയിലെ 6ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. കൊച്ചി കടമക്കുടി സ്വദേശികളായ തുരുത്തുമേൽ വീട്ടിൽ LC സേവ്യർ ദമ്പതികൾക്കാണ് പുതിയ വീട് സമ്മാനിച്ചത്. സംസ്ഥാന വ്യാപകമായി 100 വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഭവന പദ്ധതി. പത്ത് വർഷത്തിലേറെയായി കടമക്കുടി മേഖലയിലെ വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സേവ്യറും എൽസിയും. വീടെന്ന ആ സ്വപ്നത്തിനു വേണ്ടി പല അപേക്ഷകൾ നൽകിയെങ്കിലും അർഹമായ പരിഗണന ലഭിച്ചില്ല. കാലങ്ങളായുള്ള കാത്തിരിപ്പിന് 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് സാക്ഷാത്കാരം നൽകി. സ്വപ്നം കണ്ടിരുന്നവയെല്ലാം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷമായിരുന്നു എൽസിയുടെ വാക്കുകളിൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്കൊരു വീട് കിട്ടിയേക്കണം. അത് 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടി ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് ഒരുക്കി തന്നെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രയ്ക്കും ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്കും സന്തോഷമുണ്ട്. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോട് ചേർന്ന് 24 കണക്ട് എറണാകുളം ജില്ലയിൽ നിർമ്മിച്ച 6ാമത്തെ വീടിന്റെ താക്കോൽ 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ലാൽകൃഷ്ണൻ കൈമാറി. 24 കണക്ട് കോർഡിനേറ്റർ ബീന ചടങ്ങിന്റെ ഭാഗമായി. സംസ്ഥാന വ്യാപകമായി ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് അർഹരായവരെ കണ്ടെത്തിയാണ് 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി 100 വീടുകളാണ്
കേരളത്തിലുടനീളം നിർമ്മിക്കുന്നത്. 24 കൊച്ചി. കേരളത്തിലെ പ്രമുഖ ഹോം ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജനിൽ ഏറ്റവും വലിയ വിൽപ്പന മേളയായ ഓക്സിജൻ മൊബൈൽ ഉത്സവത്തിന് തുടക്കമായി. ഓക്സിജന്റെ 45 ഷോറൂമുകളിലും മേള ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ ഷോറൂമിൽ മേളയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് നിർവഹിച്ചു. ഏത് സാധാരണക്കാരനും തങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന സ്മാർട്ട് ഫോണുകൾ ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാമെന്നതാണ് മേളയുടെ പ്രത്യേകത. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്കൊപ്പം കുറഞ്ഞ ഡൌൺ പേയ്മെന്റ്, ലളിതമായ തവണ വ്യവസ്ഥകൾ, മികച്ച എക്സ്ചേഞ്ച് ബോണസുകൾ എന്നിവയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഓക്സിജൻ്റെ കേരളത്തിലെ 45 ഷോറൂമുകളിലും ഇന്നു മുതൽ ഓക്സിജൻ മൊബൈൽ ഉത്സവം തുടങ്ങുകയാണ്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവർക്കും തന്നെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓക്സിജൻ മൊബൈൽ ഉത്സവം വഴി എല്ലാവർക്കും മൊബൈൽ ഫോൺ ലഭ്യമാക്കുക എന്നുള്ളതിനുപരിയായിട്ട് ഇതിൽ ചില സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ചില പ്രോഗ്രാമുകൾ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ട് EMI ഓഫറുകൾ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറുകൾ, ഇതിൽ കൂടി നമ്മൾ മൊബൈലിൻ്റെ യൂസേജ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ വിപണനം കൂടുതൽ ചെയ്യുവാനാണ് ഈ മേള വഴി ഉദ്ദേശിക്കുന്നത്. കായിക വാർത്തകൾ നോക്കിയാൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 4ാം സീസണിലും ഫൈനലിൽ എത്തി ഡൽഹി ക്യാപിറ്റൽസ്. എലിമിനേറ്റർ പോരാട്ടത്തിൽ ഗുജറാത്ത് ജയന്റ്സിനെ 7 വിക്കറ്റിന് തകർത്താണ് ഡൽഹി കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പിച്ചത്. 169 റൺസ് വിജയലക്ഷ്യം 26 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. 43 റൺസ് നേടിയ ലിസിലെ ലീ, 41 റൺസ് എടുത്ത ക്യാപ്റ്റൻ ജമീമ റോഡ്രിഗസ് എന്നിവരാണ് ഡൽഹിയുടെ ജയം അനായാസമാക്കിയത്. വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഡൽഹിയിലെ എതിരാളികൾ. കഴിഞ്ഞ 3 തവണയും കൈവിട്ട കിരീടം 4ാം അവസരത്തിൽ നേടാം എന്ന പ്രതീക്ഷയിലാണ് ഡൽഹി ഇത്തവണ ഫൈനലിലിറങ്ങുക. അതേസമയം 2ാം കിരീടമാണ് സ്മൃതി മന്ധാനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ലക്ഷ്യം. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.